വട്ടത്തിലും ചതുരത്തിലും ത്രികോണത്തിലും നന്നായിട്ട് തേച്ചു. അതെ, നമ്മൾ ശരത്തും അനുമോളും തമ്മിൽ എപ്പോഴൊക്കെ രഹസ്യമായിട്ട് പുറുപുറുത്ത് ഒരു ഗെയിം സ്ട്രാറ്റജി പ്ലാൻ ചെയ്തു എന്നുള്ളത് ഇതുവരെ കാണിച്ചിട്ടില്ല. പക്ഷേ ഞാൻ 100% ഉറപ്പ് പറയുന്നു, രണ്ടാളും കൂടെ അനീഷിനെ തേക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. പക്ഷെ അത് അനീഷ് പോലും അറിയരുത്, നമ്മൾ വളരെയധികം പ്ലാൻഡ് ആയിരിക്കണം എന്ന രീതിയിലായിരിക്കും കഥ പോയിട്ടുള്ളത്. ഏതായാലും ഇതിന്റെ ഒരു അങ്ങേയറ്റം ഒരു എവിഡൻസ് എന്ന് പറയുന്നത് ബിഗ് ബോസ് ഇതെല്ലാം കാണുന്നുണ്ട്. ബിഗ് ബോസ് നമ്മളെ കാണിക്കുന്നതിൽ നിന്നും പകുതിയും ഒളിപ്പിക്കുന്നുമുണ്ട്. പക്ഷെ അത് ഈ പറയുന്ന റേറ്റിങ്ങിനനുസരിച്ച് നമുക്ക് ആ ഒരു അടുത്ത ഒരു എപ്പിസോഡിൽ, അല്ലെങ്കിൽ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിന്റെ റേറ്റിംഗ് കൂടാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു ഷോക്കിംഗ് പ്രൊമോ എന്തായാലും 100% ഈ ആഴ്ച കാണാൻ പറ്റും. അതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് ഇന്നത്തെ ലൈവിലും അതുപോലെ ഇന്നത്തെ എപ്പിസോഡിലും നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അത് ശാരികയാണ് ശരിക്കും പറഞ്ഞാൽ ബിന്നിയെ കുറിച്ച് ബിഗ് ബോസ് ഹൗസിനകത്തൊരു പരാതി പറഞ്ഞത് എങ്കിൽ കൂടിയും കറക്റ്റ് ലാലേട്ടൻ എന്തുകൊണ്ട് ശാരികയെ ആദ്യം വിളിച്ചു, രണ്ടാമത് അനീഷിനെ വിളിച്ചു, പിന്നെ അങ്ങോട്ട് ഈ പ്രശ്നങ്ങളെ വെച്ചിട്ട് ഒരാളെ പോലും വിളിച്ചില്ല. സോ ബിഗ് ബോസിന് ആവശ്യമുണ്ട് അനീഷിനെ, അത് തന്നെയാണ് കാര്യം. അത് മാത്രമല്ല, ഇനി രണ്ടാമത്തെ ഒരു തെളിവെന്ന് ഞാൻ പറയാൻ കാരണം, ഞാൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്ന ഒരു ഫണി വീഡിയോ ഉണ്ട്. അത് ഏഷ്യാനെറ്റ് തന്നെ പുറത്തുവിട്ട ഒരു റീലാണ്. അത് ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി എഡിറ്റിംഗ് ആണ്. ഏഷ്യാനെറ്റിന്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളിലും, ഈവൻ ഓരോ പ്രൊമോ വരുമ്പോൾ ആ പ്രൊമോയ്ക്ക് കൊടുക്കുന്ന ക്യാപ്ഷൻസ് സഹിതം, കൊടുക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സഹിതം എല്ലാം നല്ല ലെവലാണ്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ഒരു റീലുണ്ട്, ഒരു ഫണി റീലാണ്. നമ്മുടെ അപ്പാനി ശരത്ത് ഈ കാവലാൾ എന്ന് പറയുന്ന ടാസ്ക് കറക്റ്റായിട്ട് അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മളെ സഹായിക്കും എന്നുറപ്പുള്ള 2 പേരെ തിരഞ്ഞെടുക്കാൻ. അപ്പൊ ആ പൊട്ടബുദ്ധിക്ക് അനീഷിന് തോന്നിയ 2 പേരാണ് അനുമോൾ ആൻഡ് ശരത് അപ്പാനി. ശരിക്കും പറഞ്ഞാൽ ശരത് അപ്പാനി വലിയ ബ്രെയിൻ ഒന്നും ഉപയോഗിച്ചില്ലെങ്കിലും ഉറപ്പായിട്ടും ആ ടാസ്ക് പൊളിയും. അത് അപ്പാനി ശരത്തിന്റെ കഴിവാണ്. അങ്ങനെ പൊളിഞ്ഞതാകാനും സാധ്യതയുണ്ട് എന്ന് ഞാൻ റിവ്യൂ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. പിന്നെ അനുമോളും ശരത്തും കൂടെ ഇത്ര ബ്രില്യൻ്റ് ആയിട്ട് പ്ലാൻ ചെയ്തു എന്നതിന് ഇതുവരെയും തെളിവൊന്നും ലഭിച്ചിട്ടില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ കൂടുതലകത്ത് ഹുക്ക് ചെയ്യാനിത്. പക്ഷെ എന്തൊക്കെയോ തെളിവുണ്ടായത് കൊണ്ടാണല്ലോ അത് ഏഷ്യാനെറ്റിന്റെ ഒരു ട്രോൾ വീഡിയോയ്ക്കകത്ത് വന്നതും, അതുപോലെ തന്നെ ബിഗ് ബോസ് ഇന്ന് അത് അഡ്രസ്സ് ചെയ്യാൻ ഫോഴ്സ്ഫുള്ളി അഡ്രസ്സ് ചെയ്യിപ്പിച്ചതും. ഇന്നലെ കറക്റ്റായിട്ട് ആ താക്കോല് തറയിൽ വീഴുന്നു, അതിനെ അങ്ങോട്ടിടുന്നു ഇങ്ങോട്ടിടുന്നു, അത്രയ്ക്ക് ഉറപ്പില്ലേ. ഇനി ആ താക്കോല് കിട്ടിയതിന് ശേഷം അനുമോള് എടുത്ത് ഒറ്റച്ചാട്ടം, അതും അനുമോള് ചാടുന്നതാണെങ്കിൽ തവള ചാടുന്ന കണക്കാണ്. എന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റ്ലി ഒരു അഭിനയം അവിടെ കൊണ്ടുവന്നു. അവർ ആർട്ടിസ്റ്റാണ്, ഞങ്ങൾ നന്നായിട്ട് അഭിനയിച്ചു എന്നാണ്. ഇനി അത് ലാലേട്ടനോ അതോ ബിഗ് ബോസോ അങ്ങാനും നേരിട്ട് ചോദിക്കുകയാണെങ്കിൽ അത് നമുക്ക് അപ്പാനി ശരത്തിനും അനുമോൾക്കും നന്നായിട്ട് പറയാൻ പറ്റും. കാരണം പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന ടാസ്കിൽ ഇവരെ എടുത്ത് പുറത്തിടാനുള്ള അവസരം നിങ്ങൾക്കുണ്ടായിരുന്നല്ലോ എന്ന് ലാലേട്ടൻ ചോദിച്ച ആ ഒരു ദിവസം അത് ഇവരുടെ മനസ്സിലുണ്ട്. അവർക്കതൊരു എക്സ്ക്യൂസ് ആയിട്ട് പറയാൻ പറ്റും. അതായത് ഞങ്ങൾ തന്ത്രപരമായിട്ട് സ്ട്രാറ്റജി യൂസ് ചെയ്ത് ബിഗ് ബോസിൽ നല്ലോണം ഗെയിം കളിച്ചു എന്ന് നമ്മുടെ അപ്പാനി ശരത്തും അനുമോളും പറയും. പക്ഷെ ഇതുവരെ അവർ തമ്മിൽ പ്ലാൻ ചെയ്തതിൻ്റെ ഒരു സംഭവങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ബട്ട് അവരുടെ എക്സ്പ്രഷൻസ് ഒക്കെ ഒന്ന് ക്ലോസ് ആയിട്ടൊന്ന് വാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അനുമോളിൻ്റെ മുഖത്തെ ചിരി, അപ്പാനി ശരത്തിൻ്റെ ഓരോ നോട്ടം, അപ്പോൾ എന്തായാലും ശരി, ആ ഒരു ഡീപ് പ്ലാനിങ് അത് അവരുടെ ഭാഗത്ത് അത് ഭയങ്കരമായിട്ട് സക്സസ് ആയി എന്നാണ് അപ്പാനി ശരത്തും അനുമോളും വിചാരിക്കുന്നത്. പക്ഷേ എഗെയിൻ ബിഗ് ബോസ് ഒരു അവസരം കൊടുക്കുകയാണ്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അനീഷ് ഇത്തവണ ഉറപ്പായിട്ടും, അതായത് ഈ ഒരു മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറയുന്നതിൽ അനീഷ് എന്തായാലും എവിക്റ്റായി ഇവർ ഈ പറയുന്ന ബിഗ് ബോസ് കൊടുക്കുന്ന ആ ഒരു സീക്രട്ട് റൂമിലേക്ക്, ബ്ലൈൻഡ് റൂമിലേക്ക് പോയി കഴിയുമ്പം എല്ലാവർക്കും മനസ്സിലാവും ഇതൊരു നല്ല കുടുംബമാണ് എന്ന് പറഞ്ഞ് പാട്ടും പാടി നടക്കും. പിന്നെ ഇത് ബിഗ് ബോസ് സീസൺ 7 അല്ലേ, 7ന്റെ പണിയല്ലേ, അല്ലേ, എന്തായാലും നമുക്ക് കാണാം. അപ്പോൾ ഏതായാലും ശരി, ഇതിപ്പം ഈ ഒരു പ്രൊമോ ഏഷ്യാനെറ്റിൻ്റെത് ഇൻസ്റ്റഗ്രാമിൽ വന്നതുകൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനൊരു കാര്യം പറയുന്നത്. ഓൾമോസ്റ്റ് കുറേ പേരൊക്കെ അപ്പാനി ശരത്തിന് ഭയങ്കര സപ്പോർട്ടുണ്ട്. പിന്നെ അഡീഷണലി അപ്പാനി ശരത്തിൻ്റെ ഈ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും വെച്ചിട്ട് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ലൈഫിൽ പോയി അവരുടെ പേരൻസിനെയോ അവർക്കൊരു ഭാര്യയും 2 കുഞ്ഞുങ്ങളും പിന്നെ ഒരു കുഞ്ഞുവാവ ഉടനെ വരാനും ഒക്കെ പോകുന്നുണ്ട്. പേഴ്സണലി പോയി അപ്പാനി ശരത്തിൻ്റെ ഒന്നും ലൈഫിൽ കയറി ആരും കളിക്കരുത്. അത് ഒരു PR-നും ഒരു ആർമിക്കും നല്ലതല്ല.
കാരണം നമ്മുടെ നാട്ടിൽ റിയാലിറ്റി ഷോ മാത്രമല്ല, കോടതിയും നിയമങ്ങളും ഉണ്ട്. അപ്പോൾ ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഡ്രാമയെ പരിചയപ്പെടുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. ബൈ.